വചനം 3. നഹ്നു നാം, നഖുസ്സു നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിക്കുന്നു, അലൈക നിനക്ക്, അഹ്സന ഏറ്റവും നല്ലതിനെ, അൽ ഖസസി കഥാവിവരണത്തിലെ, ബിമാ ഔഹൈന നാം വഹീ നൽകിയത് മൂലം, ഇലൈക നിന്നിലേക്ക്, ഹാദൽ ഖുർആന ഈ ഖുർആനിനെ, വഇൻ കുന്ത നിശ്ചയമായും നീ ആയിരുന്നു, മിൻ ഖബ്ലിഹി ഇതിനു മുമ്പ്, ലമിന പെട്ടവൻ തന്നെ, അൽ ഗാഫിലീൻ അശ്രദ്ധരിൽ അഥവാ അറിയാത്തവരിൽ. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. ഏറ്റവും നല്ലൊരു കഥാവിവരണം നാം നിനക്ക് വിവരിച്ചു തരുകയാണ്. ഈ ഖുർആനെ നാം നിനക്ക് വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നത് മൂലം നിശ്ചയമായും ഇതിനു മുമ്പ് നീ ഇതിനെപ്പറ്റി അറിയാത്ത അശ്രദ്ധന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു. ഏറ്റവും നല്ലൊരു കഥനം അഹ്സനുൽ ഖസസ് എന്ന് ഈ കഥയെ വിശേഷിപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ പ്രാരംഭത്തിൽ നാം ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. കുറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് വല്ല കഥാവിവരണവും കേട്ടാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായെന്നും ആ അവസരത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്നും സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ഖുർആനാകുന്ന ദിവ്യ സന്ദേശങ്ങളിൽ നൽകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സൂറത്ത് എന്നും ഇതിലെ ഉള്ളടക്കമായ ചരിത്ര കഥയെപ്പറ്റി മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നില്ലെന്നും പറഞ്ഞതിൽ നിന്ന് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ജനതക്കും അറിഞ്ഞുകൂടാത്ത ഒരു മുൻകാല ചരിത്രം അവിടുന്ന് വിവരിക്കുകയും മുൻ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതിനോട് അത് യോജിച്ചു വരികയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ ലഭിച്ചതായിരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ. ഈ ആമുഖത്തോടുകൂടി അള്ളാഹു കഥാവിവരണം ആരംഭിക്കുന്നു.